நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരുടെ അവൻ? ചെറുതായിട്ടും തട്ടിന് മൊത്തം ഇത്ര വലിയ ദേഷ്യം. എന്തൊരു പോക്കാ പോകുന്നത്. ആകാശഗോപുരം പൊന്മണി വീണയായി ആത്മവിദ്യാലയമേ അവനിൽ എവിടെ പോയിരിക്കുക? തുളസി തുളസി തുളസി, ഏയ് ശേഖര, ശേഖര, അതെ തുളസി ഫാന് തൂങ്ങി കിടക്കുന്നു. വേഗം വാ. എടാ ശേഖര, വേഗം വാ. വാ ശേഖര, ഓടി വാടാ. ശേഖര, ഒന്ന് ഓടി വാടാ. അയ്യോ, എന്താ പറ്റേ? തുളസി കയറി തൂങ്ങി കിടക്കാൻ നോക്ക്. എടാ നീ ആദ്യം വാതിൽ തുറക്ക്. തല്ലിപ്പൊളിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വേടാ. വേഗം ആകട്ടെ. ഒന്ന് വേഗം തല്ലി പൊട്ടിക്ക്. സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ പതുക്കെ. വരദ, എന്താ വരദ ഇതൊക്കെ? കണ്ടില്ലേ? നിനക്ക് അറിയാന്ന് പറഞ്ഞോണ്ടാ അറിയാൻ പാടില്ലാത്ത ആളിന് റൂം കൊടുത്ത ഞാൻ. ഇപ്പൊ ആകെ വയ്യാവേലിയായി. എനിക്കിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? പോലീസ് ഇനിയിപ്പോ ഇവിടെ കയറി ഇറങ്ങും. നീ ടെൻഷൻ ആവണ്ട, പോലീസ് വന്നാൽ ഞാൻ ഡീൽ ചെയ്തോളാം. പോരെ? നീ എന്തെങ്കിലും ചെയ്യേ. നാളെ ഇതിന്റെ പേരിൽ എനിക്ക് വേറൊരു പ്രശ്നം വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഹലോ. ഹലോ സർ, ഞാൻ ഋഷി. ഹായ്, പറയൂ ഋഷി. സർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചേച്ചിക്ക് കുട്ടി ജനിച്ചു. ഓ, സന്തോഷമുള്ള കാര്യമാണല്ലോ. ആശംസകൾ. താങ്ക് യു സർ. സാറ് തന്ന ബ്ലെസ്സിങ്സ് പോലെ ഒരു കാര്യത്തില് എനിക്ക് സാറിന്റെ പെർമിഷനും വേണം. പെർമിഷനോ? എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാ? അല്ല സർ, ഇത് ഫാമിലി മാറ്ററാ. ഫാമിലി മാറ്ററോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ചേച്ചിയുടെ കുട്ടിക്ക് സാറിന്റെ പേര് ദേവരാജൻ തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന് സാറിന്റെ പെർമിഷൻ വേണം എനിക്ക്. അല്ല സർ, സാറിന് ഓക്കെ അല്ലേ? എന്താ ഋഷി ഇത്? ഇതൊക്കെ എന്നോട് ചോദിക്കണോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ? താങ്ക് യു സർ. അതോടൊപ്പം വേറൊരു കാര്യമുണ്ട്. എന്താ അത്? അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? സാറിനോടൊന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സർ, ഞാൻ വെക്കട്ടെ. ഓക്കെ. കണ്ടോ ജയന്തി, ഋഷിയുടെ ചേച്ചിക്കൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിന് എന്റെ പേരിടാൻ പെർമിഷൻ ചോദിക്കുക. ഓരോ കാര്യങ്ങളിലും ഋഷി എന്റെ മനസ്സിൽ ഉയർന്നു വരിക. എനിക്കിപ്പോ തോന്നുന്നത് അനാമികയ്ക്ക് ഏറ്റവും ചേർന്നയാള് ആ ഋഷി തന്നെയാണെന്നാ. എനിക്കൊരാളെ ഇഷ്ടാണ്. ഏട്ടാ, അനാമികയോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അവളോട് അതിനെപ്പറ്റി. മോളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതേ ആള് മുന്നിൽ. എന്നെ കുറിച്ച് സംസാരിക്കായിരുന്നോ? അതെ മോളെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആണോ? എനിക്കും അച്ഛനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം മോളെ?
പറ. ആദ്യം അച്ഛൻ പറ. അല്ലല്ല, നീ തന്നെ ആദ്യം പറ. ഇല്ലച്ചാ, ആദ്യം അച്ഛൻ തന്നെ പറ. അത് വേണ്ട, മോള് പറഞ്ഞോ. യോ എന്റെ ഈശ്വരാ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊന്ന് പറ. അനാമികെ, നീ പറ. മോള് പറ. അച്ഛാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. ആ ആള് എന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ശരി ശരി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആദ്യം പയ്യൻ ആരാണെന്ന് പറയ്. ആ ആ എന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാച്ച. പേര് നന്ദ. അവനും ആനിമേറ്റർ തന്നെയാ. ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നാളായിട്ട് ഇഷ്ടത്തില. അത് കണ്ടോ, നിന്റെ ലവ് തകർത്തിട്ട് നിന്നെ ബിൽഡപ്പ് അടിക്കുവോ? അതോടെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. അച്ഛാ, അച്ഛാ, എന്തുപറ്റി? അച്ഛൻ എന്തൊന്നും പറയാത്തെ? അതൊന്നുമില്ല മോളെ, നീ പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ സർപ്രൈസ് ആയതാ. ഞാനിങ്ങനെ പ്രണയിക്കുന്നതില് അച്ഛന് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ചതും അത് തന്നെയല്ലേ. പക്ഷേ നന്ദ ഒരു സാധാരണ വീട്ടിലെ പയ്യനാ. അതിനെന്താ മോളെ, നിന്നെ കല്യാണം കഴിക്കുന്ന അടുത്ത നിമിഷത്തിൽ അവൻ കോടീശ്വരനാവുമല്ലേ. മോളെ, നീ അവനെ വേഗം ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറ. എനിക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം. ഇപ്പൊ തന്നെയോ? ആ, ഇപ്പൊ തന്നെ. ശരി അച്ഛാ. ചേച്ചി, ഇതാണോ ചേച്ചി പറഞ്ഞ ലവ് കോൺസെപ്റ്റ്? പോടാ. ആദ്യം അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഒരു സെക്കൻഡ് പോലും അവൻ ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അളിയൻ ആ കാര്യത്തിന് ഓക്കെ പറഞ്ഞില്ലേ? ഓക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ശരിയാ. നേരിട്ടെങ്ങാനും അവനെ കണ്ടാ ദേവേട്ടൻ എന്താ പറയാൻ പോകുന്നെന്ന് മറന്നുപോയോ? പറയ് മാഡം. നീ എവിടെയാ ഉള്ളത്? വീട്ടില്. ശരി, പെട്ടെന്ന് ഇറങ്ങ്. ഇറങ്ങാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അവിടേക്ക് എന്തിനാ? അച്ഛന് നിന്നെ ഒന്ന് കാണണോന്ന്. എന്താ പറഞ്ഞ? അച്ഛന് കാണണോന്നോ? അതേന്നെ. അപ്പൊ വീട്ടിലെല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ആ പറഞ്ഞു. എന്നിട്ട് നിന്റെ അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛൻ ഓക്കെ പറഞ്ഞു. ശരിക്കും സത്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പെട്ടെന്ന് നിന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. വന്ന ബുദ്ധി. സത്യമാണ് ഈ പറയുന്നേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിക്ക്, ഞാനൊന്ന് പിച്ചു നോക്കട്ടെ. ആ, നീ ആദ്യം റെഡി ആയിട്ടൊന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. അപ്പ സ്വപ്നല്ലാന്ന് മനസ്സിലാവും. സമാധാനിക്ക്, ഞാനിപ്പോ പറന്നങ്ങെത്തില്ലേ. ഒന്ന് വേഗം വാ. ബൈ. നോ, എങ്ങനെയുണ്ടാവും? ഷോക്കായിരിക്കും. ആ, എങ്ങനെയുണ്ടാവും? വേണ്ട, നല്ലതല്ല. വേണ്ട, ഒട്ടും വേണ്ട. സൂപ്പർ.